കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി.ജെ.പി. തൃശൂർ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ മൊഴിയെടുത്തത് സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. 5 തവണ ലാത്തിചാർജ് നടത്തിയ പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജഷീർ പള്ളിവയലിനെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു. നിരവധി പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെയും നടപടി ഉണ്ടാകും. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം ഉറക്കമുണർന്നു. നവീന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധന പോലും നടത്താതെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച ഹാജരാക്കി. അന്നു തന്നെ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ ടൗൺ SHO എടുത്ത മൊഴി മതിയെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട്. കരുനാഗപ്പള്ളി CPIM-ലെ വിഭാഗീയതയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നേതൃത്വം അഡ്ഹോക് കമ്മിറ്റി ചുമതല കൈമാറി. നിലവിലെ ഏരിയ കമ്മിറ്റി പാർട്ടിയെ നയിക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ. അഡ്ഹോക് കമ്മിറ്റിയിൽ 7 അംഗങ്ങളായിരിക്കും ഉണ്ടാവുക. കരുനാഗപ്പള്ളിയിൽ CPIM ഏരിയ സമ്മേളനം ഉണ്ടാകില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗങ്ങളിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമായത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗുരു ലോകത്തിന് നൽകിയത് എല്ലാവരും മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന സന്ദേശമാണ്. ശ്രീനാരായണ ഗുരു തന്റെ ജീവിതം സമൂഹത്തിൽ വീണ്ടെടുപ്പിക്കായി സമർപ്പിച്ച വ്യക്തിയാണ്. രാഷ്ട്രങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും അസഹിഷ്ണുതയും വിദ്വേഷവും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഗുരുവിന്റെ സന്ദേശം ഏറെ പ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മണ്ഡപം സംഘടിപ്പിക്കുന്ന സർവ്വമത സമ്മേളനത്തിലുള്ള ആശീർവാദ പ്രഭാഷണത്തിലാണ് മാർപ്പാപ്പ ഗുരുവിനെ അനുസ്മരിച്ച് സംസാരിച്ചത്. സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രമായ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഹാജർ ബുക്ക് ഒഴിവാക്കി. ബയോമെട്രിക് പഞ്ചിംഗ് പൂർണ്ണമായി നടപ്പിലാക്കിയ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർ ഹാജർ ബുക്കിൽ ഒപ്പിടേണ്ടെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. എന്നാൽ ബയോമെട്രിക്കിൽ നിന്നും ഒഴിവാക്കിയ ജീവനക്കാർക്ക് മാത്രം ഹാജർ ബുക്കിൽ ഒപ്പിടാമെന്നും ഇവർക്ക് മാത്രമായി ഹാജർ ബുക്ക് ഉപയോഗിക്കാമെന്നും പൊതുഭരണ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 5 ദിവസം മിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 2-ന് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ഹിൻജാൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ പുതുച്ചേരിക്ക് സമീപം മണിക്കൂറിൽ പരമാവധി 90 കിലോമീറ്റർ വേഗതയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ 7 തീരദേശ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കല്ലുറിച്ചി, കടലൂർ, പുതുച്ചേരി ജില്ലകളിലാണ് കനത്ത മഴ തുടരുന്നത്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ ആന്ധ്രാപ്രദേശിനും വടക്കൻ തീരത്തിനും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ആഴ്ച 1 പിന്നിട്ടിട്ടും സർക്കാർ രൂപവൽക്കരിക്കാൻ കഴിയാതെ മഹായുതി തർക്കം മൂർച്ഛിക്കുന്നു. മുഖ്യമന്ത്രി പദത്തിനായുള്ള അവകാശവാദത്തിൽ നിന്ന് ഏകനാഥ് ഷിൻഡെ പിന്മാറിയെങ്കിലും ആഭ്യന്തരമന്ത്രി പദത്തിനായുള്ള കടുംപിടുത്തമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഷിൻഡെക്ക് ആഭ്യന്തര ചുമതലയോടെ ഉപമുഖ്യമന്ത്രിയാകണം. അല്ലാത്തപക്ഷം പാർട്ടിയിലെ മറ്റൊരാളെ ഉപമുഖ്യമന്ത്രിയാക്കാനാണ് സാധ്യത. കേന്ദ്രമന്ത്രി പദവും ഷിൻഡെക്ക് സ്വീകാര്യമല്ല. ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ BJP തയ്യാറുമല്ല. നാട്ടിലേക്ക് പോയ ഷിൻഡെ തിങ്കളാഴ്ച തിരിച്ചെത്തുമെന്നും 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നുമാണ് ശിവസേന നേതാവ് സഞ്ജയ് ഷിർഷാത്ത് അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് സംശയം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ചേർന്ന BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതിയുടെ മുൻ സഖ്യകക്ഷിയായ രാഷ്ട്രീയ സമാജ് പക്ഷവും നവംബർ 20-ന് നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയുടെ വോട്ടുകൾ മഹായുതി സ്ഥാനാർത്ഥിക്ക് പോയെന്ന് RSP നേതാവ് മഹാദേവ് ജങ്കാറും ആരോപിച്ചു. ബംഗ്ലാദേശിലെ ചത്തോഗ്രമിൽ 3 ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആൾക്കൂട്ട ആക്രമണം. തുറമുഖ നഗരത്തിലെ ഹരീഷ് ചന്ദ്ര മുൻസെഫ് ലൈനിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30-യോടെയാണ് ആക്രമണം നടന്നത്. ശാന്തനേശ്വരി മാതൃ ക്ഷേത്രം, അടുത്തുള്ള ഷോണി ക്ഷേത്രം, ശാന്തനേശ്വരി കാളിഭാരി ക്ഷേത്രം എന്നിവ ലക്ഷ്യമാക്കിയാണ് ആക്രമണമുണ്ടായതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ ചരിത്രമെഴുതി മുൻ ന്യൂസിലാൻഡ് നായകൻ കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9,000 റൺസ് തികയ്ക്കുന്ന ആദ്യ കിവി താരമെന്ന റെക്കോർഡാണ് വില്യംസൺ നേടിയത്. ആദ്യ ടെസ്റ്റിലെ 2ാം ഇന്നിംഗ്സിലാണ് താരത്തിന്റെ ഐതിഹാസിക നേട്ടം.